ജനറലി ആക്സെപ്റ്റഡ് അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസ്. ഗ്യാപ്പ്. എന്താണ് ഗ്യാപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പ്രാക്ടിക്കലി നമ്മൾ അക്കൗണ്ടിങ് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട തിയററ്റിക്കൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് ഗ്യാപ്പിൽ നമ്മൾ പറയുന്നത്. ഓക്കെ, ഡിഫറെൻറ്റ് കോൺസെപ്റ്റ്സ് ആൻഡ് പ്രിൻസിപ്പിൾസ് ടു ബി ഫോളോഡ് വൈൽ ഡൂയിങ് അക്കൗണ്ടിങ്. അപ്പോൾ ഗ്യാപ്പിനെ നമ്മൾ 4 ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്. ഫസ്റ്റ് വൺ അക്കൗണ്ടിങ് കോൺസെപ്റ്റ്സ് അല്ലെങ്കിൽ അക്കൗണ്ടിങ് അസംഷൻസ് എന്ന് പറയും. സെക്കൻഡ് വൺ അക്കൗണ്ടിങ് കൺവെൻഷൻസ് ഓർ അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസ്. തേർഡ് മോഡിഫൈങ് പ്രിൻസിപ്പിൾസ്. ഫോർത്ത് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ പറയുന്നത് അക്കൗണ്ടിങ് കോൺസെപ്റ്റ്സ് അല്ലെങ്കിൽ അക്കൗണ്ടിങ് അസംഷൻസ് ആണ്. അക്കൗണ്ടിങ് കോൺസെപ്റ്റ്സ് അല്ലെങ്കിൽ അസംഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദീസ് ആർ ദ ബേസിക് കണ്ടീഷൻസ് അപ്പോൺ വിച്ച് ദ സയൻസ് ഓഫ് അക്കൗണ്ടിങ് ഈസ് ബേസ്ഡ്. നമ്മൾ അക്കൗണ്ടിങ് ചെയ്യുന്ന സമയത്ത് പാലിക്കേണ്ട വളരെ ബേസിക് ആയിട്ടുള്ള ഫണ്ടമെൻ്റൽ ആയിട്ടുള്ള കണ്ടീഷൻസിനെയാണ് എന്ത് പറയുന്നത്, അക്കൗണ്ടിങ് കോൺസെപ്റ്റ്സ് അഥവാ അക്കൗണ്ടിങ് അസംഷൻസ് എന്ന് പറയുന്നത്. 4 കോൺസെപ്റ്റ്സ് ആണ് അല്ലെങ്കിൽ 4 അസംഷൻസ് ആണ് ഇതിനണ്ടറിൽ വരുന്നത്. ഫസ്റ്റ് വൺ ഈസ് ബിസിനസ് എൻറ്റിറ്റി കോൺസെപ്റ്റ്. ബിസിനസ് എൻറ്റിറ്റി കോൺസെപ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് സ്റ്റേറ്റ്സ് ദാറ്റ് ദ ബിസിനസ് ആൻഡ് ഇറ്റ്സ് ഓണർ ആർ സെപ്പറേറ്റ്. ഓണറും ബിസിനസ്സും രണ്ടാണ് എന്ന് സമർത്ഥിക്കുന്ന അക്കൗണ്ടിങ് കോൺസെപ്റ്റിനെയാണ് എന്ത് പറയുന്നത്, ബിസിനസ് എൻറ്റിറ്റി കോൺസെപ്റ്റ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ഓൾസോ കോൾഡ് അക്കൗണ്ടിങ് എൻറ്റിറ്റി ഓർ സെപ്പറേറ്റ് എൻറ്റിറ്റി കോൺസെപ്റ്റ്. ഓക്കെ, അപ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്ന ടേംസ്, അതായത് ക്യാപിറ്റൽ, ഡ്രോയിങ്സ്, ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ, ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ്, ഈ ടേംസ് എല്ലാം നമ്മൾ റെക്കോർഡ് ചെയ്യാനുള്ള കാരണം അക്കൗണ്ടിങ് എൻറ്റിറ്റി കോൺസെപ്റ്റാണ് അല്ലെങ്കിൽ ബിസിനസ് എൻറ്റിറ്റി കോൺസെപ്റ്റാണ്. ഓക്കെ, അപ്പോൾ ക്യാപിറ്റൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഇറ്റ് ഈസ് ദ എമൗണ്ട് കോൺട്രിബ്യൂട്ടഡ് ബൈ ദ ഓണർ ടു ദ ബിസിനസ്. ഓണർ ബിസിനസ്സിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന അല്ലെങ്കിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന എമൗണ്ടിനെയാണ് നമ്മൾ എന്ത് പറയാം, ക്യാപിറ്റൽ എന്ന് പറയുന്നത്. ഡ്രോയിങ്സ് എന്താണ്, ബിസിനസ്സിൽ നിന്നും സ്വന്തം ബിസിനസ്സിൽ നിന്നും ഓണർ സ്വന്തം പേഴ്സണൽ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട്, വ്യക്തിപരമായ ആവശ്യങ്ങൾ മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എടുക്കുന്ന എമൗണ്ടിനെയാണ് എന്ത് പറയാം, ഡ്രോയിങ്സ് എന്ന് പറയാം. അപ്പോൾ ഇതെല്ലാം ചെയ്യുന്നത് ബിസിനസ്സും ബിസിനസ്സിൻ്റെ ഓണറും തമ്മിലാണ്. ഇതിനെല്ലാം നമ്മൾ എന്ത് ചെയ്യുന്നു, ഡിഫറെൻറ്റ് ടേംസ് ആയിട്ട് റെക്കോർഡ് ചെയ്യുന്നു. അപ്പോൾ ഇവിടെ വരുന്ന അണ്ടർലൈങ് പ്രിൻസിപ്പിളാണ് അക്കൗണ്ടിങ് എൻറ്റിറ്റി അല്ലെങ്കിൽ ബിസിനസ് എൻറ്റിറ്റി ഓർ സെപ്പറേറ്റ് എൻറ്റിറ്റി കോൺസെപ്റ്റ്. രണ്ടാമത്തേതാണ് ഗോയിങ് കൺസേൺ. ഗോയിങ് കൺസേൺ പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ ബിസിനസ് വിൽ ബി കണ്ടിന്യൂഡ് ഫോർ എ ലോങ് പീരിയഡ് ഓഫ് ടൈം അല്ലെങ്കിൽ ദ ബിസിനസ് ഹാസ് ഇൻഡെഫിനിറ്റ് ലൈഫ്. നമ്മൾ അക്കൗണ്ടിങ് ചെയ്യുന്ന സമയത്ത് ഇത് 1 വർഷം അല്ലെങ്കിൽ 2 വർഷം കഴിഞ്ഞിട്ട് അടച്ചു പൂട്ടാനുള്ള സ്ഥാപനമാണ് എന്ന് അസ്യൂം ചെയ്തിട്ട് എന്ത് ചെയ്യാൻ പാടില്ല, ഒരിക്കലും അക്കൗണ്ടിങ് ചെയ്യാൻ പാടില്ല. നമ്മുടെ അസംഷൻ എപ്പോഴും എന്താവണം, ദ ബിസിനസ് ഹാസ് ഇൻഡെഫിനിറ്റ് ലൈഫ്, ഒരുപാട് കാലത്തേക്ക് മുന്നോട്ട് പോകാനുള്ള സ്ഥാപനമാണ് എന്നുള്ള അസംഷനിൽ മാത്രമേ അക്കൗണ്ടിങ് ചെയ്യാൻ പാടുള്ളൂ. ഇതിനെയാണ് ഗോയിങ് കൺസേൺ എന്ന് പറയുന്നത്. ഓക്കെ, ഗോയിങ് കൺസേൺ പ്രിൻസിപ്പിൾ അപ്ലിക്കബിൾ ആവുന്ന ഒരു കേസാണ് ഫിക്സഡ് അസറ്റ്സ് ആർ റെക്കോർഡഡ് അറ്റ് കോസ്റ്റ്ലെസ് ഡിപ്രീസിയേഷൻ. ഇപ്പോൾ നമ്മളൊരു 5 ലക്ഷം രൂപ കൊടുത്തിട്ട് മെഷീനറി വാങ്ങിയിട്ടുണ്ടെങ്കിൽ എല്ലാ വർഷവും ചെറിയൊരു എമൗണ്ട് ഡിപ്രീസിയേഷൻ ചാർജ് ചെയ്തുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും, ആ ഒരു പെർട്ടിക്കുലർ കോസ്റ്റിനെ ഒരുപാട് വർഷങ്ങൾ കൊണ്ട് റൈറ്റ് ഓഫ് ചെയ്യും. ഓക്കെ, ഇപ്പോൾ 5 ലക്ഷം രൂപയ്ക്ക് വാങ്ങിയ മെഷീനറി ഒരു വർഷം 50,000 വെച്ചിട്ട് ഡിപ്രീസിയേഷൻ ചാർജ് ചെയ്യുന്നു. അപ്പോൾ 10 വർഷം കഴിയുമ്പോഴാണ് നമ്മൾ എന്ത് ചെയ്യുക, 5 ലക്ഷം ഡിപ്രീസിയേഷൻ കംപ്ലീറ്റ് ആയിട്ട് റൈറ്റ് ഓഫ് ചെയ്യാൻ പറ്റുന്നുണ്ടാവുക. അപ്പോൾ ഇവിടെ നമ്മുടെ അസംഷൻ എന്താണ്, ഈ 10 വർഷവും നമ്മുടെ ബിസിനസ് നിലനിൽക്കും, നമ്മുടെ ഈ സ്ഥാപനം നിലനിൽക്കും എന്നുള്ള അസംഷനാണ്. ഇതിനെയാണ് ഗോയിങ് കൺസേൺ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. ദെൻ തേർഡ് വൺ ഈസ് മണി മെഷർമെൻറ്റ്. മണി മെഷർമെൻറ്റ് കോൺസെപ്റ്റിൽ പറയുന്നത് ഇതാണ്, അക്കൗണ്ടിങ്ങിൽ നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത് ഓൺലി ദോസ് ട്രാൻസാക്ഷൻസ് വിച്ച് ക്യാൻ ബി എക്സ്പ്രസ്ഡ് ഇൻ ടേംസ് ഓഫ് മണി. പണത്തിൻ്റെ രൂപത്തിൽ നമുക്ക് അളക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ മെഷർ ചെയ്യാൻ പറ്റുന്ന, റെക്കോർഡ് ചെയ്യാൻ പറ്റുന്ന ഐറ്റംസ് മാത്രമാണ് എന്തിനു വേണ്ടിയിട്ട് കൺസിഡർ ചെയ്യുക, അക്കൗണ്ടിങ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് കൺസിഡർ ചെയ്യാം. ഓക്കെ, ക്വാളിറ്റേറ്റീവ് ആസ്പെക്ട്സ് എല്ലാം നമ്മൾ ഇഗ്നോർ ചെയ്യും. ഇതിനെയാണ് എന്ത് പറയുക, മണി മെഷർമെൻറ്റ് കോൺസെപ്റ്റ് എന്ന് പറയാം. ഇപ്പം ഹാർഡ് വർക്ക് ഓഫ് ദ എംപ്ലോയീസ്, അതല്ലാന്നുണ്ടെങ്കിൽ എഫിഷ്യൻസി ഓഫ് ദ മാനേജ്മെൻറ്റ്, ഇതൊന്നും നമ്മൾ എന്ത് ചെയ്യാറില്ല, അക്കൗണ്ടിങ്ങിലേക്ക് കൊണ്ടുവരാറില്ല. അതിനുള്ള കാരണം മണി മെഷർമെൻറ്റ് കോൺസെപ്റ്റാണ്. ആൻഡ് ദ ഫോർത്ത് വൺ ഈസ് പീരിയോഡിസിറ്റി കോൺസെപ്റ്റ്. പീരിയോഡിസിറ്റി കോൺസെപ്റ്റിൽ പറയുന്നത് എവറി എൻറ്റിറ്റി ഷുഡ് ഹാവ് എ സ്പെസിഫിക് അക്കൗണ്ടിങ് പീരിയഡ്. എല്ലാ സ്ഥാപനങ്ങൾക്കും നിശ്ചിതമായിട്ടുള്ള ഒരു അക്കൗണ്ടിങ് പീരിയഡ് ഉണ്ടായിരിക്കണം എന്ന് പറയുന്ന പ്രിൻസിപ്പിളാണ് പീരിയോഡിസിറ്റി. ഈ അക്കൗണ്ടിങ് പീരിയഡ് എന്ന് പറയുന്നത് April 1 to March 31 ആവണമെന്ന് നിർബന്ധമില്ല, 1 വർഷം വേണമെന്നും നിർബന്ധമില്ല. ഓക്കെ, April 1 to March 31 ആവാം, January 1 to December 31 ആവാം, അല്ലെങ്കിൽ ഹാഫ് ഇയർലി ആവാം, ക്വാർട്ടർലി ആവാം, എങ്ങനെ വേണമെങ്കിലും ആവാം. ഇതെല്ലാം ആർക്ക് തീരുമാനിക്കാം,
അതാത് മാനേജ്മെൻറ്റിന് തീരുമാനിക്കാം. ഓക്കെ, അപ്പോൾ പ്രിൻസിപ്പിളിൽ ഇത്രേ പറയുന്നുള്ളൂ. ഇറ്റ് ഷുഡ് ബി സ്പെസിഫിക്. ഈ വർഷം ജാനുവരി ടു ഡിസംബർ, അടുത്ത വർഷം ഏപ്രിൽ ടു മാർച്ച്, അതിനടുത്ത വർഷം ഹാഫ് ഇയർലി, അങ്ങനെ ചെയ്യാൻ പാടില്ല. നമ്മളൊരു പെർട്ടിക്കുലർ അക്കൗണ്ടിങ് പീരീഡ് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ് ഷുഡ് ബി കണ്ടിന്യൂഡ് ഇൻ ദ ഫോളോയിങ് ഇയേഴ്സ്. ഓക്കെ, ഇത്രയാണ് അക്കൗണ്ടിങ് കോൺസെപ്റ്റ്സ് ഓർ അസംഷൻസ്. അപ്പോൾ 4 കോൺസെപ്റ്റ്സ് ആണ് വരുന്നത്: ബിസിനസ് എൻറ്റിറ്റി, ഗോയിങ് കൺസേൺ, മണി മെഷർമെൻറ്റ് ആൻഡ് പീരിയോഡിസിറ്റി.